നമുക്കിനി പഠിക്കേണ്ടത് വേറൊരു ഡിസീസാണ്. അതിൻ്റെ പേര് മയസ്തീനിയ ഗ്രാവിസ് എന്നാണ്. മയസ്തീനിയ ഗ്രാവിസിൻ്റെ പ്രത്യേകത എന്താണ്? നമ്മുടെ ബോഡിയിൽ ന്യൂറോ ട്രാൻസ്മിറ്ററുകളുണ്ട്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. ന്യൂറോ ട്രാൻസ്മിറ്ററുകൾ നമ്മുടെ ബോഡിയിലുണ്ട്. അപ്പം ന്യൂറോ ട്രാൻസ്മിറ്ററുകളെ അറ്റാക്ക് ചെയ്യുക, അതായത് ബോഡിയുടെ ഡിഫൻസ് മെക്കാനിസം ഇവിടെ അസറ്റൈൽ കോളൈൻ എന്ന് പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ബോഡിയുടെ ശത്രുവായി കാണുകയും അതിലെ പ്രോട്ടീനിനെ നശിപ്പിച്ച് കളയുകയും ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് അസറ്റൈൽ കോളൈൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാതെ വരുന്ന അവസ്ഥയ്ക്കാണ് മയസ്തീനിയ ഗ്രാവിസ് എന്ന് പറയുന്നത്. ഈ മയസ്തീനിയ ഗ്രാവിസും പാർക്കിൻസൺ ഡിസീസും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട്. അതായത് നമ്മുടെ ബോഡിയെ റിലാക്സ് ചെയ്യിക്കുന്ന ബോഡിയും മസിൽസും, അതായത് നെർവസ് സിസ്റ്റത്തിൽ നിന്ന് ഒരു സന്ദേശം വരുന്നത് മസിലുകളിലേക്ക് പാസ് ചെയ്യുന്നതുകൊണ്ടാണ് നമുക്ക് സ്വാഭാവികമായിട്ട് ഒരു പ്രവൃത്തിക്കനുസരിച്ച് ബോഡി കൺട്രാക്ട് ചെയ്യുകയും റിലാക്സ് ചെയ്യുകയും ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ബോഡിയിലെ എല്ലാ മെക്കാനിസവും അങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം അതിന് കൺട്രാക്ഷനെ സഹായിക്കുന്നത് അസറ്റൈൽ കോളിനും റിലാക്സേഷനെ സഹായിക്കുന്നത് ഡോപ്പാമിനും. അപ്പം പാർക്കിൻസൺ ഡിസീസിൽ എന്താ സംഭവിക്കുന്നത്? പാർക്കിൻസൺ ഡിസീസിൽ ഡോപ്പാമിൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം അസറ്റൈൽ കോളൈൻ ആവശ്യത്തിന് പ്രൊഡ്യൂസ് ചെയ്യുന്നുമുണ്ട്. അതായത് 100% ഉണ്ടാകേണ്ട അസറ്റൈൽ കോളൈൻ 100% ഉണ്ടാകുന്നു. ഡോപ്പാമിൻ 100% ഉണ്ടാകുന്നത് 60% വരുന്നുള്ളൂ. അപ്പം ആ കോർഡിനേഷൻ കറക്റ്റ് അല്ല. അപ്പം എന്ത് ചെയ്യും? കൺട്രാക്ട് ചെയ്തിരിക്കുന്ന സംഭവം ഡോപ്പാമിൻ ആവശ്യത്തിന് റിലാക്സ് ചെയ്യേണ്ട ഡോപ്പാമിൻ ആവശ്യത്തിന് ഉൽപ്പാദിപ്പിക്കാൻ പറ്റാത്തത് കൊണ്ട് കൺട്രാക്ട് ചെയ്ത് തന്നെ ഇരിക്കുക. അപ്പോൾ കൺട്രാക്ഷൻ കൂടി റിലാക്സേഷൻ്റെ ഡോപ്പാമിൻ ആവശ്യത്തിന് സെക്രീറ്റ് ചെയ്യാത്തത് കൊണ്ട് എന്ത് ചെയ്യും? ഷിവറിങ് പോലെ അങ്ങ് നിൽക്കും, കൺട്രാക്റ്റഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കും കൈ. അപ്പോൾ ഷിവറിങ് ആണ് അതിൻ്റെ ഹോൾമാർക്ക് എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെയോ അസറ്റൈൽ കോളൻ എന്താ ചെയ്യുന്നത്? അസറ്റൈൽ കോളൻ എന്ന് പറയുന്നത് അസറ്റൈൽ കോളൻ്റെ അളവാണ് ബോഡിയിൽ കുറഞ്ഞു പോയിരിക്കുന്നത്. റിലാക്സ് ചെയ്തേക്കുന്ന ഡോപ്പാമിൻ 100 ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ട് അസറ്റൈൽ കോളൻ കൺട്രാക്ട് ചെയ്യേണ്ട അസറ്റൈൽ കോളൻ ആവശ്യത്തിനില്ല. അപ്പം ഒരു കൺട്രാക്ഷൻ ഉണ്ടാക്കാനായിട്ട് ഭയങ്കര പാടാണ്. പകരം എന്താ? ബോഡി എപ്പോഴും റിലാക്സേഷൻ സ്റ്റേറ്റിലായിരിക്കും. അതായത് മസിൽ വീക്ക്നെസ് ആണ്. എന്തൊക്കെ മസിൽ വീക്ക്നെസ്? കണ്ണിൻ്റെ മസിൽസ്, ഫേഷ്യൽ മസിൽസ്, ബോഡി മസിൽസ്, റെസ്പിറേറ്ററി മസിൽസ്, ഗ്യാസ്ട്രിക് മസിൽസ്, എല്ലാ മസിൽസും വീക്കായി പോകും. പകരം പേഷ്യൻ്റ് എന്ത് സംഭവിക്കും? റെസ്പിറേറ്ററി മസിൽ വീക്ക്നെസ് കൊണ്ട് പേഷ്യൻ്റ് ഡെത്ത് ആകുന്നത്. അപ്പം അസറ്റൈൽ കോളിൻ്റെ പരിപാടി എന്തായിരുന്നു? കൺട്രാക്ട് ചെയ്യിക്കലായിരുന്നു. ആ കൺട്രാക്ഷൻ ഇവിടെ നടക്കുന്നില്ല. ഇതാണ് മയസ്തീനിയ ഗ്രാവിസും പാർക്കിൻസൺ ഡിസീസും തമ്മിലുള്ള ഡിഫറൻസ്. പാർക്കിൻസൺ ഡിസീസിൽ ഡോപ്പാമിൻ ആണെങ്കിൽ ഇവിടെ അസറ്റൈൽ കോളനാണ് വില്ലൻ. അപ്പം അസറ്റൈൽ കോളൻ ഉണ്ടാക്കുന്നില്ല ആവശ്യത്തിന്, മറ്റേതിൽ ഡോപ്പാമിൻ ആവശ്യത്തിന് ഉണ്ടാക്കുന്നില്ല. ഇതാണ് ഇത് തമ്മിലുള്ള ഒരു കണക്ഷൻ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ബോഡിയിൽ ആൻറ്റിജൻ ആൻറ്റിബോഡി റിയാക്ഷൻ ഉണ്ടാകുന്നതിൻ്റെ സൈഡ് എഫക്റ്റ് ആയിട്ട് ചില സെല്ലുകൾ ബോഡിയെ തന്നെ ആക്രമിക്കുക, ബോഡിയുടെ പ്രോട്ടീനെ, അസറ്റൈൽ കോളൻ ഉണ്ടാക്കുന്ന പ്രോട്ടീൻസിനെ നശിപ്പിച്ച് കളയുക. പകരം എന്താ? അസറ്റൈൽ കോളൻ ആവശ്യം ഓട്ടോ ഇമ്യൂൺ ഡിസീസ് ആയതുകൊണ്ട് ആവശ്യത്തിന് ഉണ്ടാകുന്നില്ല. അപ്പോൾ ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ സ്വാഭാവികമായിട്ട് നമ്മുടെ മസിൽസിലേക്ക് അസറ്റൈൽ കോളൻ്റെ സന്ദേശം വരേണ്ടതാണ്. അപ്പം നെർവിൽ നിന്നും അസറ്റൈൽ കോളനിലൂടെയാണ് നെർവ്സിൻ്റെ ടിപ്പിൽ നിന്ന് മസിൽസിൻ്റെ നെർവ് റിസപ്റ്റേഴ്സിലേക്ക് സന്ദേശം കൈമാറേണ്ടത്. അപ്പോൾ അവിടെ ഇല്ലാത്തതുകൊണ്ട് ബോഡി എപ്പോഴും കൺട്രാക്റ്റഡ് ആകുന്നതിന് പകരം റിലാക്സ്ഡ് ആയിട്ട് കിടക്കും. ഇതാണ് ഇത് തമ്മിലുള്ള ഡിഫറൻസ്. ഇവിടെയാണ് ഇതിൻ്റെ പ്രശ്നം ഇരിക്കുന്നത്. ഓക്കെ, താങ്ക് യു.